ഈ വീഡിയോയിൽ ബംഗ്ലാദേശിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഒരു ഫൈറ്റർ ജെറ്റ്, ഇത് ചൈനീസ് മെയ്ഡാണ്, ചൈനയുടെ F-7BGI എന്ന കാറ്റഗറിയിൽപ്പെട്ട ജെറ്റാണ് ക്രാഷ് ആയത്. ഇത് അൺഫോർച്ചുനേറ്റ്ലി ക്രാഷ് ആയത് ശരിക്കും ഒരു സ്കൂളിൻ്റെ മേളിലാണ്. ആ സ്കൂളിൻ്റെ കെട്ടിടത്തിൽ പോയി ഇടിച്ച് ഏതാണ്ട് പ്രാഥമികമായിട്ട് ഇടിച്ച സമയത്ത് തന്നെ 16ഓളം കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം മരണനിരക്ക് കൂടുതലായിട്ട് ഉയർന്നിട്ടുണ്ട്. 20ലധികം കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ 100ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായ പരിക്കാണ്. അപ്പം ഈ മരണനിരക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഈ ഇടിച്ച് വീണത് പകലിലായതുകൊണ്ട്, ഈ ക്രാഷായി വീണത് പകലിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സൈഡിലുള്ള ആൾക്കാരും പിന്നെ ഈ ഫയർ റെസ്ക്യൂ ടീം എല്ലാം വന്ന്, അപ്പോൾ അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ ഒത്തുകൂടി രക്ഷാപ്രവർത്തനം അവിടെ നടത്തുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൂട്ടേജസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഉടനീളം നിങ്ങൾ കാണുക. ഇപ്പോൾ ഇതാണ് നിലവിലെ ബംഗ്ലാദേശിൻ്റെ അപ്ഡേറ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയാൻ പാടില്ല, പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് പോകണം. കാരണം ബംഗ്ലാദേശ് ആയതുകൊണ്ട് നമ്മളിത് പറഞ്ഞു പോകേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റ് തകർന്ന് വീണ് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന പ്രൊപ്പഗണ്ട, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളാണ് ഇവർ അഴിച്ചുവിടുന്നത്. ശരിക്കും പറഞ്ഞാൽ അവന്മാർക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് തന്നെയാണ് അവന്മാർ ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത്. মানে একটা আওয়াজ হলো আর পড়ে গেল, আর আগুন, শুধু আগুন আর ধোঁয়া বেরোচ্ছে, এইটুকু শুধু আগুন আর ধোঁয়া বেরোচ্ছে। এরপরে আমি আমার বাচ্চাটাকে জাস্ট একটা অটোতে উঠাই দিয়ে আমি ব্যাক করলাম, দৌড়ে আসলাম, আসে দেখলাম যে শুধু আগুন আর ধোঁয়া উঠতেছে, আর এখানে কিছু বেশ বাচ্চা ছিল আর গার্ডিয়ান. ഈ ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് അത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് ടെക്നിക്കൽ എറർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ച് വീഴും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ക്രാഷ് ലാൻഡിങ് ചെയ്യുമെന്നുള്ളത് അതിപ്പോൾ അവർക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞത് ഇതൊരു സ്കൂൾ കോമ്പൗണ്ടിൽ പോയി ഇടിച്ച് വീണു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. As of now, taking treatment in several Dhaka hospitals. Many of the injured are said to be in a critical condition as of now. One-day state warning has been declared in Bangladesh. Now, the aircraft took off at 1 p.m. this afternoon and it crashed minutes later. The school was on and the classes were being held at the time of the jet crash. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചത് ഈ ഫൈറ്റർ ജെറ്റ് നേരെ വന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ, അതും പ്രത്യേകിച്ച് സ്കൂൾ ബിൽഡിങ്ങിൽ വന്ന് ഇടിച്ച് 25ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടത് അതിദാരുണ സംഭവമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇതിൽ 100ലധികം ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എത്ര കാഷ്വാലിറ്റീസ് വരും എന്നുള്ളത് അറിയാത്ത വിഷയമാണ്. ഇപ്പോൾ നാളെ നേരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എക്സാക്ട്ലി എത്രയാണ് കാഷ്വാലിറ്റീസ് എന്നുള്ളത്. The country's Air Force operates a mix of Russian MiG-29s. These were acquired in the 1990s. And Chinese F-7 aircraft. These are based on the Soviet-era MiG-21s. So both aircraft are old. In recent months, Dhaka has explored potential upgrades. One of the aircraft in the running was China's J-10C. Dhaka hasn't hinted if it was serious about getting another Chinese jet. But today's crash will make Bangladesh think about its acquisitions twice. It will raise more questions about safety and viability of Dhaka's aging fleet of jets. This remains one of the big risks for its defenses. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.